Our next topic is accounting process. Accounting process begins when a financial transaction take place. അതായത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് തുടങ്ങുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷൻ ഒരു 100 യൂണിറ്റ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അവർക്ക് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 100 യൂണിറ്റ്സ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ്. ചിലപ്പോൾ അത് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റിലായിരിക്കും. വാട്ട് എവർ, അത് നമുക്ക് മണി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതോടുകൂടിയാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് തുടങ്ങുന്നത്. അക്കൗണ്ടിങ് പ്രോസസ്സ് തുടങ്ങുമ്പോൾ നമുക്കറിയാം, ഫസ്റ്റ് തന്നെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ജേണലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. അതാണ് നമ്മുടെ ജേണൽ എൻട്രി വരിക. ആ ജേണൽ എൻട്രി നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിന് നമ്മൾ ജേണലൈസ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ജേണലിൽ ചെയ്യുന്നു. ജേണൽ കഴിഞ്ഞ് പിന്നെ ജേണലിൽ വരുന്ന ഓരോ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിനെ നമ്മൾ ഒരുമിച്ചിട്ട് ഒന്നിലേക്ക് മാറ്റും. അതാണ് എന്ത്? ലെഡ്ജർ. എന്നിട്ട് ലെഡ്ജർ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണോ ഉള്ളത്. എന്നിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ബാലൻസസിനെയും, ഡെബിറ്റ് ബാലൻസിനെയും ക്രെഡിറ്റ് ബാലൻസിനെയും ട്രയൽ ബാലൻസിലേക്ക് ട്രയൽ ബാലൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രയൽ ബാലൻസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സംഭവിക്കുന്നതിലൂടെയാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു. ജേണലിൽ നിന്ന് അത് ലെഡ്ജറിലേക്ക് മാറ്റുന്നു. ലെഡ്ജറിൽ നിന്ന് ട്രയൽ ബാലൻസിൽ നിന്ന് പിന്നെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നീട് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 5 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സും സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ചിലപ്പം ജേണലൊന്നും ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടാവില്ല. അത് നമ്മൾ അക്കൗണ്ടിൻ്റെ റൂൾസൊക്കെ പറയുമ്പം ക്ലിയർ ആവും. അപ്പോൾ അതിപ്പം നോക്കണ്ട. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോസസ്സ് എന്താണെന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഫസ്റ്റ് ഒറിജിനൽ എൻട്രീൻ്റെത് ജേണലാണ്. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നതിനെ നമ്മൾ ജേണലൈസ് ചെയ്യാമെന്ന് പറയും. ജേണലിലുള്ള കാര്യം ലെഡ്ജറിലേക്ക് മാറ്റുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. ലെഡ്ജറിൽ ഓരോ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നീട് അത് ട്രയൽ ബാലൻസിലേക്ക്, ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. ഇത്രയാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. The different stages through which the transactions move from journal to final accounts are collectively known as accounting cycles or accounting process. നെക്സ്റ്റ്, ജേണൽ ആൻഡ് ലെഡ്ജർ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദി ഓർഡർ ഓഫ് ദർ ഒക്കറൻസ് ഈസ് കോൾഡ് ജേണൽ. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ജേണൽ. അവിടെ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും നടക്കുന്നതിൻ്റെ ഓർഡറിൽ, അതായത് 1-ാം തീയതി ഒരു കാര്യം ഉണ്ടെങ്കിൽ അന്ന് ജേണലിലേക്ക്, 2-ാം തീയതി നടക്കുമ്പോൾ അത് 2-ാം തീയതി ജേണലിലേക്ക്, ആ രീതിയിൽ അതിൻ്റെ ഒക്കറൻസിൻ്റെ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ഇറ്റ് ഈസ് എ പ്രൈമറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ജേണലിൽ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസിങ് എന്ന് പറയുക. അതേപോലെ ജേണലിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനെയും നമ്മൾ പറയുന്ന പേരാണ് ജേണൽ എൻട്രി. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ളത് ലെഡ്ജറാണ്. ലെഡ്ജർ ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻസ് വാരിയസ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ സെക്കൻഡറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ജേണലി പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ലെഡ്ജർ ഈസ് എ സെക്കൻഡറി ബുക്ക് ഓഫ് അക്കൗണ്ട് ആണ്. It is a collection of all accounts debited or credited in journal. A ledger is defined as a book in which all the personal, real and nominal accounts of business are kept for permanent records so that up-to-date statement of an account can be easily known. For example, നമ്മൾ ജേണലിലൊരു
10 പർച്ചേസിങ് ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ട്. അതായത് ഒരു മാസത്തിൽ നമ്മൾ 10 പ്രാവശ്യം പർച്ചേസ് നടത്തിയിട്ടുണ്ട്. ആ 10 പ്രാവശ്യം നടത്തിയത് ജേർണലിൽ എന്തായിട്ടുണ്ടാവും, 10 പ്രാവശ്യമായിട്ടുണ്ടാവും. പക്ഷേ ലെഡ്ജറിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് ആ പർച്ചേസിൻ്റെ ലെഡ്ജറിൽ ഇത് കംപ്ലീറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് റെക്കോർഡായിട്ട് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ മൊത്തത്തിൽ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ജേർണൽ നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ജേർണലിൽ പല ഡേയ്സിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ലെഡ്ജർ നമ്മൾ അവസാനം പോസ്റ്റ് ചെയ്ത് എഴുതുന്നത് കൊണ്ടിട്ട് ഓരോ ഡേറ്റിൽ നടത്തിയ പർച്ചേസ് ലെഡ്ജറിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അക്കൗണ്ട്സിൻ്റെ കാര്യം റിയൽ, നോമിനൽ, പേഴ്സണൽ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. അപ്പോൾ ഇത്രയാണ് ജേർണൽ എന്താണ്, ലെഡ്ജർ എന്താണ്. ജേർണൽ പ്രൈമറി റെക്കോർഡാണ്, ലെഡ്ജർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ബുക്സ് ഓഫ് അക്കൗണ്ടാണ്. Rules of accounting. Accounts are classified into 3, namely real accounts, personal accounts and nominal accounts. നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് പഠിക്കണം. നമ്മൾ ഈ ജേർണലിൽ പോസ്റ്റ് ചെയ്യുക അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ റൂള് ബേസ് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ നമുക്കതിന് അക്കൗണ്ടൻസി നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ റൂള് നമുക്ക് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. ഏത് തരത്തിൽ ചോദിച്ചാലും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ റൂള് തറോ ആയിരിക്കണം. അപ്പം റൂള് പഠിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് പഠിക്കണം? അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അക്കൗണ്ട്സ് 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് റിയൽ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. അപ്പോൾ എന്താ ഈ റൂൾസിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ, അതിൽ പ്രത്യേകത എന്തെന്നാൽ ഈ 3 അക്കൗണ്ട്സിനും 3 ടൈപ്പാണ്, 3 റൂൾസാണ്. അതായത് റിയൽ അക്കൗണ്ടിന് ഒരു റൂളാണ്, പേഴ്സണൽ അക്കൗണ്ടിന് വേറൊരു റൂളാണ്, നോമിനൽ അക്കൗണ്ടിന് വേറൊരു റൂളാണ്. അപ്പം നമ്മൾ ഒരു അക്കൗണ്ട് കാണുമ്പം അത് ഏത് അക്കൗണ്ടാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്താണ്, ഒരു അക്കൗണ്ട് ഏതിൽ വരും, ഇത് റിയൽ അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഇത് പേഴ്സണൽ അക്കൗണ്ട് ആണോ അല്ലെങ്കിൽ ഇത് നോമിനൽ അക്കൗണ്ട് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അതിൻ്റെ കൂടെ തന്നെ അതിൽ ഓരോന്നിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾ ഏതാണെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്കിനി ഓരോ അക്കൗണ്ട് എന്താണ്, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിയൽ അക്കൗണ്ട്സ്. ആൻ അക്കൗണ്ട് റിലേറ്റിംഗ് ടു ആൻ അസറ്റ് ഓർ പ്രോപ്പർട്ടി ഈസ് കോൾഡ് റിയൽ അക്കൗണ്ട്. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് റിയൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി, അസറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾസാണ് ക്യാഷ്, ഫേർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ റിയൽ അക്കൗണ്ട്സിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ നിങ്ങൾ ഇത് എപ്പോഴും എന്താ പറയുക, നമ്മൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ, അത്രയും നമ്മൾ എന്താ പറയുക ബൈഹാർട്ട് ചെയ്യാത്തറോ എന്ത് വേണേൽ പറയാം. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ ഏതാണെന്ന് വെച്ചാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പക്ഷേ ഏതാണ് റിയൽ അക്കൗണ്ട് എന്നും കൂടെ നമുക്ക് അറിയാൻ പറ്റണം. ഏതാണ് റിയൽ അക്കൗണ്ട്? അസറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി, റിയൽ ആയിട്ടുള്ള അസറ്റ്, പ്രോപ്പർട്ടി, ഈ കാര്യങ്ങളെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾസാണ് എന്ത്, ക്യാഷ്, ഫേർണിച്ചർ, മെഷീനറി. അപ്പം നമുക്ക് ക്യാഷ് കിട്ടി. അപ്പം അവിടെ എന്താ സംഭവിക്കുന്നത്, ക്യാഷ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക്, ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. ബിക്കോസ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഒരാൾക്ക് കൊടുത്തു, അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, നമ്മളിപ്പം എക്ക് നമ്മൾ 1000 റുപ്പീസ് കൊടുത്തു. അപ്പം നമ്മളുടെ അടുത്തുള്ള ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം നമുക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നറിയാം. ബിക്കോസ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ആസ്പെക്റ്റ് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ എയർലേ ഉള്ളത്, ഒന്നിന് ക്രെഡിറ്റ് കൊടുത്താൽ മറ്റേ ആൾക്ക് എന്ത് കൊടുക്കണം നമുക്കറിയാം, ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ക്ലിയർ ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജേർണൽ എൻട്രീസ് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ അവിടെ എന്ത് വരും, ജേർണൽ എൻട്രി എന്ത് വരും, എ ഡെറ്റ് ടു ക്യാഷ് പോവുകയാണ്, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റ് കൊടുക്കുന്നു, ആ രീതിയിൽ. അപ്പോൾ റിയൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ക്ലിയർ ആയിരിക്കണം. റിയൽ അക്കൗണ്ടിൻ്റെ റൂളും ക്ലിയർ ആയിരിക്കണം. റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സെക്കൻഡ് കാറ്റഗറിയാണ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ അക്കൗണ്ട് ഓഫ് പേഴ്സൺ വിത്ത് ഹൂം ദ ബിസിനസ് ഡീൽസ്. ബിസിനസ് ഡീൽ ചെയ്യുന്ന പേഴ്സൺസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെയാണ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട്സിനെ നമുക്ക് വീണ്ടും 3 കാറ്റഗറിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്സ്.
അതായത് നമ്മൾ നാച്ചുറലായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതിനെയാണ് നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരുടെ പേരിൽ എസ് അക്കൗണ്ട് അല്ലെങ്കിൽ രാജാസ് അക്കൗണ്ട്, ഗുപ്താസ് അക്കൗണ്ട്, അങ്ങനെ ഒരാളുടെ പേരിലുള്ള അക്കൗണ്ടിനെയാണ് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട്സ്. അതിൽ വരുന്നത് കോർപ്പറേറ്റ് ബോഡീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മളിപ്പോൾ ഒരു കമ്പനീനെയൊക്കെ നിയമത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നാണ് പറയുന്നത്. അതായത് നിയമം മൂലം ക്രിയേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതും പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ പരിധിയിൽ വരും. തേർഡാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. ദീസ് ആർ അക്കൗണ്ട്സ് വിച്ച് റെപ്രസെൻറ്റ്സ് certain പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഇപ്പം നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ് എന്താണെന്ന് കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാരണം നാച്ചുറൽ പേഴ്സണും ആർട്ടിഫിഷ്യൽ പേഴ്സണും അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഒരാൾ നാച്ചുറൽ ആയിട്ടുള്ളത്, മറ്റേത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത കമ്പനീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനത്തതൊക്കെ. പിന്നെ റെപ്രസെൻറ്റേറ്റീവിൽ വരുന്നതാണ് എന്ത്, ഒരു ആളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ സൂചിപ്പിക്കുന്ന അക്കൗണ്ട്സ് ആണ് എന്ത്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്സ്. അതിൽ വരുന്നതാണ് സാലറി ഡ്യൂ, റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് സാലറി ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ സാലറി കൊടുക്കാനുള്ള ആളുകൾ, റെൻറ്റ് കൊടുക്കാനുള്ള, അപ്പോൾ റെൻറ്റ് ഡ്യൂ, അങ്ങനത്തെ എക്സ്പെൻസസ് ഒക്കെയാണ്, അങ്ങനത്തെ അക്കൗണ്ട്സിനെയാണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ റൂളാണ് ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ റിസീവ് ചെയ്യുന്നത് അയാൾ ഡെബിറ്റ് ചെയ്യുക, ക്രെഡിറ്റ് കൊടുക്കുന്ന ആളെ, ഗിവറെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു തൊട്ട് മുന്നത്തെ ഇതിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. എന്തായാലും എക്ക് നമ്മൾ 1000 rupees കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ക്യാഷ് പോയത് കൊണ്ടിട്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ശരിക്കും എന്താ ചെയ്തത്, ഡെബിറ്റ് ദ റിസീവർ, എ ക്യാഷ് റിസീവ് ചെയ്യാണ് ചെയ്തത്, അതുകൊണ്ടിട്ടാണ് എനെ നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു ട്രാൻസാക്ഷൻ കിട്ടുമ്പം അതിലേതെങ്കിലും ഒരു ആസ്പെക്റ്റ് നമുക്ക് ക്ലിയർ ആയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കാരണം ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ആണെന്ന് ക്ലിയർ ആയാൽ മറ്റേത് ചെയ്യാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് എന്തായാലും ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലേ ഉള്ളൂ, അപ്പോൾ മറ്റേത് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ, പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ കാര്യത്തിൽ. അപ്പം നമുക്ക് എക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്. എ ആരാണ്, ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ എ വേണ്ട, നമുക്കൊരാൾക്കൊരു പിന്നെ രാജു, ഒരു പേരിടാം. രാജുവിന് നമ്മൾ 1000 രൂപ കൊടുക്കാനുണ്ട്. രാജു ഒരു പേഴ്സണാണല്ലോ, 1000 രാജുവിന് കൊടുത്തു. അപ്പം പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ രാജൂസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം അല്ലേ. നമ്മൾ എന്താ കൊടുത്തത്, ക്യാഷാണ്. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. രാജുവിന് ക്യാഷ് കൊടുത്തപ്പോൾ നമ്മുടെ ബിസിനസ്സിലുള്ള ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പുറത്ത് പോയതിനെ ക്രെഡിറ്റ് ചെയ്യണം, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ആ അക്കൗണ്ട് എന്ത് വരും, രാജൂസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. കേട്ടോ, ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ ക്ലാസ് നന്നായിട്ടൊന്ന് കേട്ട് ഈ റൂൾസ് ഒന്ന് എഴുതി, നോട്ട്സ് എഴുതി തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ്, തേർഡ് കാറ്റഗറി ഓഫ് അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ഇൻകംസ് ആൻഡ് ഗെയിൻസ് ആർ കോൾഡ് നോമിനൽ അക്കൗണ്ട്സ്. എല്ലാ എക്സ്പെൻസസും ലോസസും അതേപോലെ ഇൻകംസും ഗെയിൻസും അതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് നോമിനൽ അക്കൗണ്ട്സ്. ആ ഒരു അക്കൗണ്ട്സ് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിനെ പറയുന്നതാണ് നോമിനൽ അക്കൗണ്ട്സ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് സാലറി അക്കൗണ്ട്, സാലറി ഒരു എക്സ്പെൻസാണ്, കമ്മീഷൻ അക്കൗണ്ട്സ്, അതൊക്കെ എല്ലാ എക്സ്പെൻസും, അതേപോലെ നമുക്ക് വരുന്ന നഷ്ടങ്ങൾ, അതേപോലെ എല്ലാ ഇൻകംസും, അതുപോലെ നമുക്ക് വരുന്ന ഗെയിൻസും, ഇതൊക്കെ നോമിനൽ അക്കൗണ്ടിലാണ് വരിക. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതും നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. എല്ലാ എക്സ്പെൻസും, ഏതെങ്കിലും ഒരു കാര്യം സാലറി കൊടുത്തു എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ച സാലറി എക്സ്പെൻസാണ്, അപ്പോൾ സാലറീനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടി എന്ന് പറയുകയാണ്, നമുക്ക് കമ്മീഷൻ കിട്ടി, അപ്പോൾ അതൊരു ഇൻകമാണ്. അപ്പോൾ ഇൻകത്തിന് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആണെന്ന് പറയുന്നത്, അപ്പം നമ്മൾ കമ്മീഷനെ ക്രെഡിറ്റ് ചെയ്യണം. ആ രീതിയിൽ ആലോചിച്ച് ചെയ്യാൻ പറ്റിയാൽ, ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക,
ടെക്സ്റ്റ് ബുക്കൊക്കെ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസ് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തം ഒന്ന് എഴുതി നോക്കുക ഈ റൂൾ അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് ട്രാൻസാക്ഷൻസ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജേർണൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഇത് വളരെ ക്ലിയർ ആവും. പറയുന്നത് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് പെട്ടെന്ന് റൂൾസ് കേൾക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത് പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, റിയൽ അക്കൗണ്ട് ഏതൊക്കെയാണ്, പേഴ്സണൽ അക്കൗണ്ട് ഏതൊക്കെയാണ്, നോമിനൽ അക്കൗണ്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതിന് മൂന്നിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂള്, അങ്ങോട്ടും ഇങ്ങോട്ടും റൂള് മാറിപ്പോകാൻ പാടില്ല, റൂള് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക.